ട്രിവാൻഡ്രത്ത് 46.5 കഞ്ചാവ് കേട്ട് നടന്നിട്ടുണ്ട്. സി ന്യൂസ് മലയാളം വന്നത് കവർ ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കുക. നീ പറയാൻ അവസരമുണ്ടോ? ഞാൻ തെറ്റിയിട്ടുണ്ടോ? പിന്നെ ഞാൻ എന്തായിരുന്നു 100 പ്രാവശ്യം പറഞ്ഞു. ഇവർക്കും അറിയാമെന്നാണ് പറഞ്ഞത്. ഇവരും പറഞ്ഞു, പോലീസുകാരും പറഞ്ഞു ഇവർക്ക് അറിയാം പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞു അറിയാം, നീ ചെയ്തിട്ടില്ല എന്ന് അറിയാമെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ വണ്ടി ആയിപ്പോയി, അത് മാത്രമാണ് ഞാൻ ചെയ്തിട്ട്. പുള്ളിക്കാരൻ പറഞ്ഞാണ് ഞാൻ അറിയാത്ത കാര്യമാണ്. എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു ഓട്ടോ ഉണ്ട്, നീ ഒന്ന് 2000 രൂപ വരാമെന്ന്. പുള്ളി എന്നെ പറയുന്നത് ഡ്രൈവറാണെന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത്. അതില് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഞാൻ ഡ്രൈവറായിട്ട് വന്നതാണ്, എനിക്കിത് അറിയത്തില്ലായിരുന്നു, ഞാൻ ഇതിൽ പെട്ടുപോയതാണ്. അത് പോലീസുകാർക്ക് തന്നെ മനസ്സിലായി. പോലീസുകാർ തന്നെ പറയുന്നു. അത് കൂടെ വണ്ടിയിലിരിക്കുന്ന ഈ സാധനം കൊണ്ടുവന്ന ആൾക്കാരും പറയുന്നു അവൻ ഇതിനകത്തില്ല, അവനറിയത്തില്ല, അവൻ പെട്ടുപോയതാണ്. എന്നിട്ട് നമ്മുടെ നാട്ടിലെ തൊഴിലിന്റെ മീഡിയ അപ്പുറത്ത് കൊണ്ടുവന്നവന്മാരെ പിടിക്കൂല, പോലീസുകാർ പറയണ വീഡിയോ എടുക്കൂല, ഈ ഡ്രൈവറിന്റെ പുറകെ പോവുകയാണ്. അവൻ എന്ത് പറയുന്നു എന്ന് പറയാനായിട്ട്. അപ്പൊ അവൻ പറഞ്ഞു നോക്കെ നല്ല കാര്യം, അവൻ നിരപരാധിയാണെന്ന് പറയുന്ന വീഡിയോ കവർ ചെയ്യുന്നുണ്ട്, എല്ലാം ശരിയാണ്. എന്നിട്ട് ക്യാപ്ഷൻ ഇട്ടേക്കണാണ്, വൻ വേട്ട 45 കിലോ കണ്ടുപിടിച്ച് ഇങ്ങേരെ മോന്ത. റെയിലിന്റെ തമ്മനയില് ഇങ്ങേരെ മോന്ത. ഇനി കാലാകാലം അവൻ നിരപരാധിയാണെങ്കിൽ പോലും കാലാകാലം അവൻ കഞ്ചാവ് വിൽപ്പനക്കാരെ അവനെ കുത്തി, അവന്റെ നെറ്റിയിൽ സീലടിച്ച് കുത്തി, അവൻ കഞ്ചാവ് വിൽപ്പനക്കാരെ അവൻ കഞ്ചാവ് കിടത്തി അകത്ത് കിടന്ന് ജയിലിൽ പോയി. നിരപരാധിയാണോ പ്രതിയാണോ എന്ന് പോലും തെളിഞ്ഞിട്ടില്ല. പണ്ടൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ സ്റ്റേഷനിൽ നിന്ന് കോടതിയിൽ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ ആയിരിക്കും ഫോട്ടോയും കാര്യങ്ങളും കൊണ്ടുവരണം. ഇപ്പൊ നടുറോട്ടിൽ ഇറങ്ങി പ്രതിയാണോ നിരപരാധിയാണോ, കൂടെ ഉള്ളവർ ചിലപ്പോൾ പ്രതികളായിരിക്കും. മറ്റേ പയ്യൻ നിരപരാധിയാണെങ്കിൽ ചിലപ്പോൾ അവന്റെ മോന്ത് തമ്മിലിട്ട് നിങ്ങൾ അങ്ങ് കുറെ ഒഴിച്ചുണ്ടാക്കിയല്ലേ, ഉണ്ടാക്കിക്കുക.